എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് വിശ്വസിക്കുകയും ഒരുപാട് സ്നേഹിക്കുകയും കൂടെ കൊണ്ട് നടന്ന ഒരു ഫ്രണ്ട് തന്നെ നമ്മളെ കൊലപാതകത്തിന് ഉത്തരവാദിയാകുമ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും അല്ലേ? അതുപോലെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ സംഭവിക്കുന്നതും. ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ രണ്ടുപേരും തമ്മിലൊരു വഴക്കുണ്ടാകുമ്പോൾ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്തതാണെങ്കിൽ പോലും അത് നമ്മൾ അപ്പോൾ ഒരു കുറ്റബോധം ഉണ്ടെങ്കിലും പക്ഷേ ആ കുറ്റബോധത്തിന് പുറമെ എങ്ങനെ അവൻ രക്ഷപ്പെടും എന്നാണ് അവൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വന്നതിൻ്റെ ഒക്കെ തെളിവുകൾ അവൻ നശിപ്പിക്കുകയാണ്. അവൻ്റെ കൈ കൊണ്ട് ഇവൻ മരിക്കുന്നുണ്ടെങ്കിലും അവൻ പോലീസിനെ ആരെയും തന്നെ അറിയിക്കുന്നില്ല. ഫോറൻസിക് ടീം വന്ന് പരിശോധിക്കുമ്പോൾ അവൻ്റെ കൈരേഖകളൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടി അവൻ തൊട്ട സ്ഥലങ്ങളെല്ലാം അവൻ ഒരു ടിഷ്യൂ വെച്ച് തുടച്ച് കളയാണ്. അവൻ്റെ കയ്യിലൊരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം അവിടെയുള്ള എല്ലാ എവിഡൻസ് അവിടെ വന്നതിൻ്റെ എല്ലാ എവിഡൻസ് അവൻ നശിപ്പിക്കുന്നുണ്ട്. അവൻ അറിയാതെ അപ്പോഴത്തെ ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്തതാണെങ്കിൽ പോലും അത് പോലീസിനോട് കൺഫസ് ചെയ്യാനുള്ള ഒരു മനസ്സൊന്നും അവൻ കാണിക്കുന്നില്ല. അവൻ എങ്ങനെ പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് നോക്കുന്നതും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നതും. താങ്ക് യു.